ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമല്ലേ, നമുക്ക് പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ 2 വേർഷനായിട്ടാണ് കാണിക്കുന്നത്. ഒന്ന് കഴിഞ്ഞ വർഷം ഞാൻ റെമ്മിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടും, പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് എങ്ങനെയാ റെമ്മൊന്നും ചേർക്കാതെ എങ്ങനെയാണ് വേറൊരു കേക്കും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കേക്കാണ് ഞാൻ കാണിക്കുന്നത്, ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതും പിന്നെ ഒന്ന് സോക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന കേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. 1/4 കപ്പ് പഞ്ചസാര നമുക്ക് ക്യാരമലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ പഞ്ചസാര നല്ല ക്യാരമലൈസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാവേ. ചൂട് അടുത്തുനിന്ന് മാറി നിന്നിട്ട് വേണം ഒഴിക്കാനേ. ഇനി ഇതിനകത്ത് കട്ടയൊക്കെ നന്നായിട്ട് അലുത്ത് വന്ന് കുറുകി വരുമ്പോൾ ഇത് നമുക്ക് തണുക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, ഡ്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, അത്തിപ്പഴം എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ സോക്ക് ചെയ്യാത്തതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കേട്ടോ. അപ്പം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ക്യാരമലിൽ ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കും കേട്ടോ. ക്യാരമലിൽ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർക്കും കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ഈ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള സ്പൈസസ് ഒക്കെ ആദ്യം പൊടിച്ചെടുക്കാവേ. ഒരു കേക്കിന് വേണ്ടത് ഒരു 3 ഏലക്കയും ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം 3 കഷ്ണം ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ജാതിക്കയുടെ തൊലിയില്ലേ അതും പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 2 കേക്കിനുള്ളതാണ് ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം കേട്ടോ. 1 കപ്പ് മൈദയാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇത്രയാണ് ഇടേണ്ടത് കേട്ടോ. സോഡയാണ് ഒരു നുള്ള് ഉപ്പ്. ഇതൊരു 100 ഗ്രാം സോഫ്റ്റ് ബട്ടർ കേട്ടോ. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുക്കണേ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബട്ടർ നല്ല സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടിച്ച 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള മുട്ട ചേർക്കണേ. 1 ടീസ്പൂൺ വാനില ചേർക്കുക കേട്ടോ. 1 ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റ് ചേർക്കുക കേട്ടോ. ഒരു ഓറഞ്ചിൻ്റെ തൊലി കേട്ടോ. അത് മിക്സ് ചെയ്യും. 1 ടേബിൾ സ്പൂൺ സ്പൈസസ് പൊടിച്ച് ചേർക്കുക കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ ക്യാരമലിലും ഓറഞ്ച് ജ്യൂസിലും സോക്ക് ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാവേ. കുറച്ച് ക്രഷ് ചെയ്ത കാഷ്നട്ടും പിന്നെ കുറച്ച് ബദാമുമാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഞാൻ എയർ ഫ്രയറിലാട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് കാഷ്നട്ട് ഇതിൻ്റെ മുകളിൽ വെക്കും കേട്ടോ. എയർ ഫ്രയറിൽ ഞാൻ 150-ൽ 45 മിനിറ്റ്സ് വെക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര നമുക്ക് ക്യാരമലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് തണുക്കാൻ വെക്കാം കേട്ടോ. നമുക്ക് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം കേട്ടോ. 1 കപ്പ് മൈദയാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, സോഡയാണ്, ഒരു നുള്ള് ഉപ്പ്. ഇത് റെമ്മിൽ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവേ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയും മുന്തിരിങ്ങയും എല്ലാം കൂടി ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണേ. ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ താന്നു പോവേ. ഇപ്പോൾ ഇതൊരു 100 ഗ്രാം സോഫ്റ്റ് ബട്ടർ കേട്ടോ. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുക്കണേ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടിച്ച 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള മുട്ട ചേർക്കണേ. ക്യാരമൽ ഒഴിക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ സ്പൈസസ് പൊടിച്ച് ചേർക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ റെമ്മിൽ സോക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുക കേട്ടോ. കുറച്ച് കാഷ്നട്ട്
ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. എയർ ഫ്രയറിൽ ഞാൻ 150-ൽ 45 മിനിറ്റ്സ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേക്കൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് റെമ്മിൽ സോക്ക് ചെയ്ത് വെച്ചുണ്ടാക്കിയ കേക്ക്. ഇത് ഓറഞ്ച് ജ്യൂസ് സോക്കിനകത്ത് നട്ട്സ് അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയ കേക്ക് കേട്ടോ. ഇതുണ്ടോ, രണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് കാണിക്കാവേ. ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസും കൊണ്ട് ഉണ്ടാക്കിയ കേക്കാണ് കാണിക്കുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്.